Okay, so good evening all. നമുക്ക് ഇന്ന് solid state discussion ആണ്. Again, അതുപോലെ തന്നെ we will be having a problem solving approach. കേട്ടോ? അപ്പൊ solid stateൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്, കുറച്ച് ഫോർമുലാസ് ഉണ്ട്. സോ ആ പെർട്ടിക്കുലർ ടോപ്പിക്സിൽ നിന്ന് അല്ലെങ്കിൽ ഫോർമുലാസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. We'll be discussing solid state in 2 days. ഞാൻ ഫസ്റ്റ് ഹാഫ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഇന്ന് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബ്രാക്സിലോ വരെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ കോൺസെപ്റ്റും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ആയാലും അല്ലെങ്കിൽ there are certain tabular columns in this chapter. Tabular columns ഒക്കെ ഓരോ ക്വസ്റ്റ്യന്റെ അടിയിലായിട്ട് ഞാൻ മെൻഷൻ ചെയ്യും. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് മാത്രം വേറെ പേജിൽ വേണമെങ്കിൽ മാറ്റി എഴുതിക്കോളൂ കേട്ടോ. എല്ലാം കൂടെ മെസ്സി ആയിട്ട് ഇരിക്കേണ്ട എന്നാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ദാറ്റ് ആസ് വെൽ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ സോളിഡ് സ്റ്റേറ്റ് തുടങ്ങുന്നത് തുടങ്ങാലോ അല്ലേ? ഇസ് എവരിബഡി ഹിയർ? ഓക്കെ, സോ സോളിഡ് സ്റ്റേറ്റ് തുടങ്ങുന്നത്. Now see, what is the difference between a solid state, liquid state and gaseous state? ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അവരുടെ തെർമൽ എനർജി, രണ്ട് അവരുടെ ഇന്ററാക്ഷൻ. മെയിൻലി ഇന്ററാക്ഷന്റെ ബേസിസിലാണ് പറയുന്നത്. ഇന്റർ പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസ് അല്ലെ. ഇഫ് യു ഹാവ് എ സോളിഡ് സ്റ്റേറ്റില് പാർട്ടിക്കിൾസ് ആർ വെരി വെൽ ക്ലോസ്ലി പാക്ഡ്. ഇവരുടെ ഇന്റർ പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസ് വളരെ കൂടുതലായിരിക്കും. ലിക്വിഡ് സ്റ്റേറ്റില് ഇത് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും. ഗേഷ്യസ് സ്റ്റേറ്റില് ഇവര് ഭയങ്കര റാൻഡം ആയിരിക്കും. ആൻഡ് ഹെൻസ് ഇറ്റ് വിൽ ബി they'll be interacting in a very weak manner. Okay, അപ്പൊ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് ഈ സോളിഡ് സ്റ്റേറ്റ്സിനെ കുറിച്ചും അവരുടെ ഡിഫറെന്റ് ക്രിസ്റ്റൽ സിസ്റ്റംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവരുടെ പല ഓറിയന്റേഷൻസും ജോമെട്രിക്കൽ അലൈൻമെന്റ് ഒക്കെ വെച്ചിട്ട് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സോ ബേസിക്കലി സോളിഡ് സ്റ്റേറ്റില് 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണുള്ളത്. 7 types of crystal system. Now, what do you mean by crystal systems? Crystal systems കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതൊരു ക്രിസ്റ്റൽ സിസ്റ്റം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു യൂണിറ്റ് സെൽ എടുത്താലാണ്. വാട്ട് ഇസ് എ യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ചങ്ക്. ഓക്കെ, സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എനി ക്രിസ്റ്റൽ. നിങ്ങളുടെ കയ്യിൽ ഒരു വലിയൊരു ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ ആ വലിയ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി റെപ്പറ്റേറ്റീവ് യൂണിറ്റ് ഓഫ് ഒരു സ്മോൾ ഫ്രാഗ്മെന്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു 2 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഈ 2 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഈ പറയുന്ന ഒരു സ്ക്വയർ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ആണ് റൈറ്റിലേക്കും താഴോട്ടും മുകളിലോട്ടും ഒക്കെ സ്പ്രെഡ് ആവുന്നത്. Okay, so this thing over here is a unit cell. The smallest repetitive unit നെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എത്ര ടൈപ്സ് ഓഫ് യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ട്, എത്ര ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് നമുക്കുള്ളത്. ദാറ്റ് ഇസ് 1 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പല രീതിക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. സോളിഡ് സ്റ്റേറ്റില് യൂണിറ്റ് സെൽസിനെ പല രീതിക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലൊരെണ്ണം ഈ യൂണിറ്റ് സെൽ എങ്ങനെയാണ് ഇരിക്കുന്നത് കാണാൻ എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഇനി അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു യൂണിറ്റ് സെല്ലിന്റെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 ടൈപ്പാണ്. ഒന്ന് അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ABC, ആൻഡ് ഇവർക്ക് ഇടയിലുള്ള ആംഗിൾസ്. ഫോർ എക്സാമ്പിൾ ഇതാണ് A, ഇതാണ് B, ഇതാണ് C ഡയറക്ഷൻസിലുള്ള പല ലെങ്ത് എങ്കിൽ ഇവർക്കിടയിലുള്ള ഇന്റർഫേഷ്യൽ ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ കേട്ടോ. ബിന്റെയും സിന്റെ ഇടയിലുള്ളത് ആൽഫയാണ്, എന്റെയും സിന്റെ ഇടയിലുള്ളത് ബീറ്റയാണ്, ബിയും എന്റെ ഇടയിലുള്ളത് ഗാമയാണ്. ലൈക്ക് ദിസ്. ഓക്കെ, സോ എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് എഡ്ജ് ലെങ്ത്, എഡ്ജസിന്റെ ലെങ്ത്തും അവരുടെ ആംഗിൾസും ഏതൊക്കെ ജോമെട്രിക്കൽ കണ്ടീഷൻസ് ആണോ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എത്ര എക്സിസ്റ്റ് ചെയ്യുന്നത്? 7 എണ്ണാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
ആ 7 ക്രിസ്റ്റൽ സിസ്റ്റംസിൽ നിന്നാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ യു ഹാവ് ടു ലേൺ ദോസ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ബൈ ഹാർട്ട്. അവരുടെ എഡ്ജ് ലെങ്ത് എങ്ങനെയാണ്, അവരുടെ ഇന്റർഫേഷ്യൽ ആംഗിൾസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ എന്നാണെങ്കിൽ യു ഹാവ് ടു ആസ്ക് മീ. നിങ്ങൾക്ക് ഇൻഹിബിഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. നോ പ്രോബ്ലം. നിങ്ങളുടെ ഡൗട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ടിൽ ദി എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾ ഇരിക്കല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ്. ഈ ടേബിളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി 2 or 1 മാർക്സ് ഡയറക്ട്ലി കിട്ടും. ഓക്കെ. സോ ലെറ്റ്സ് റൈറ്റ് ദ ടേബിൾ ടുഗെദർ. ഞാൻ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. വെരി ഈസി. ഡയറക്റ്റ് ടേബിൾ കാണാപ്പാഠം പഠിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. സോ എത്ര ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്? നമുക്ക് 7 എണ്ണം. ആ 7 എണ്ണത്തിന്റെ എഡ്ജ് ലെങ്ത് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമ്മൾ പഠിക്കണം. ഒന്ന്, അവരുടെ ആംഗിൾസ് എങ്ങനെയാ വരിക എന്ന് പഠിക്കണം. ആൻഡ് ഞാൻ പറഞ്ഞു പല രീതിക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എഡ്ജ് ലെങ്ത് ആംഗിളിന്റെ ബേസിസിൽ, അല്ലാതെ ദർ ഇസ് വൺ മോർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. Okay, so the first type of crystal system is cubic. രണ്ടാമത്തത് tetragonal. 3 ഓർത്തോറോംബിക്. ഒരു 10 തവണ എഴുതി പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിച്ചോളൂ കേട്ടോ, പക്ഷെ പഠിക്കുക. മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, ട്രൈക്ലിനിക്. അപ്പോ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോസിബിൾ ABC, ആൽഫ, ബീറ്റ, ഗാമ കോമ്പിനേഷൻസ് വെച്ചിട്ട് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് ഉള്ളത്. ഓക്കെ. ആ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ സാധാരണ എനിക്കിപ്പോ ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ഓർഡറിൽ പഠിക്കാൻ ബൈ ഹാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു കുറുക്ക് വഴി പോലെ ഞാൻ ഓർത്ത് വെക്കാറ്. അടുത്താണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. അടുത്താണോ കുട്ടി ഓമന ഹരിയുടെ ക്ലിനിക്? അടുത്താണോ കുട്ടി ഓമന ഹരിയുടെ ക്ലിനിക്? ഓക്കെ. ആ ഒരു സെന്റൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ. കുട്ടി ഓമന ഹരിയുടെ ക്ലിനിക് കേട്ടോ. ആ ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സോ എഡ്ജ് ലെങ്ത്സ് ആർ A, B, C. A equal to B not equal to C. A not equal to B not equal to C. നമുക്കൊരു ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ടാവും. Now the exact opposite. Okay. ശ്രദ്ധിച്ചെഴുതണേ. ഓക്കെ. ആംഗിൾസ് പറയുകയാണെങ്കിൽ ആൽഫ, ബീറ്റ, ഗാമ എല്ലാവരും 90 ഡിഗ്രി. ആദ്യത്തെ 3 അങ്ങനെയാണ്. നെക്സ്റ്റ് ആൽഫ ആൻഡ് ഗാമ is 90 ഡിഗ്രി. ബീറ്റ അല്ല. നെക്സ്റ്റ് ആൽഫ ആൻഡ് ബീറ്റ 90 ഡിഗ്രി ആണ്. ഗാമ അല്ല. ആൽഫ ബീറ്റ ഗാമ ഒക്കെ ഒന്നാണ്, പക്ഷെ ഒന്നും 90 ഡിഗ്രി അല്ല. ആൽഫ ബീറ്റ ഗാമ ഈക്വലും അല്ല, 90 ഡിഗ്രി വരും. Okay, so this thing you have to learn it by heart. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽ സിസ്റ്റം തന്നിട്ട് 4 ഓപ്ഷൻസ് തരും. അതിൽ ഏത് കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് എഡ്ജ് ലെങ്ത് ആംഗിൾസ് ആണ് കറക്റ്റ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ തിരിച്ച് എഡ്ജ് ലെങ്തും ആംഗിൾസും ഇന്നതാണെങ്കിൽ അത് ഏതാണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് ചോദിക്കും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണോ?
ഇനി the next type of classification, ഒരു കോളം കൂടെ ഉണ്ട്. I'll explain that. ഒരു മിനിറ്റ്. ഇവിടെ 2-3 കോളം കൂടി ഉണ്ട്. The table is not yet complete. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം. The next type of classification is നിങ്ങളുടെ യൂണിറ്റ് സെല്ലിന്റെ ഏതൊക്കെ പൊസിഷൻസിലാണ് ആറ്റംസ് ഇരിക്കുന്നത് ഓക്കെ എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോ ഒന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവ് സെല്ലും മറ്റേത് പറയുന്നത് പ്രിമിറ്റീവ് സെല്ലും. ദിസ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പ്രിമിറ്റീവ് സെൽ എന്ന് വെച്ചാൽ ആദ്യം പ്രിമിറ്റീവ് സെൽ ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ പ്രിമിറ്റീവ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സെൽ, ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് സെൽ, അതാണ് പ്രിമിറ്റീവ് സെൽ. കേട്ടോ, പ്രിമിറ്റീവ് സെല്ലില് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ യോർ അപ്പൊ തൽക്കാലം ക്യൂബ് എടുക്കുന്നു എന്നേ ഉള്ളൂ. ക്യൂബ് വേർ എ ബി സി എവറിഥിങ് ഇസ് ഈക്വൽ. ഓക്കെ, ഒരു പ്രിമിറ്റീവ് സെല്ലിന് തന്നെയാണ് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ എന്നൊക്കെ പറയാ. പ്രിമിറ്റീവ് സിമ്പിൾ കേട്ടോ, SCC എന്നും പറയും. SCC സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ, വെരി സിമ്പിൾ. അപ്പൊ സിംപ്ലസ്റ്റ് ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ദി ആറ്റംസ് ഓൺലി അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ. കേട്ടോ, കോർണേഴ്സിൽ മാത്രമാണ് ഉള്ളൂ എങ്കിൽ നിങ്ങൾ അതിനെ SCC ഓർ പ്രിമിറ്റീവ് സെൽ എന്ന് വിളിക്കും. ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ് ആറ്റംസ് എവിടെ ഓക്യുപ്പൈ ചെയ്യുന്നു സെൽസിന്റെ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് യു ഹാവ് അനദർ ക്ലാസിഫിക്കേഷൻ. ദിസ് ഇസ് SCC. ഇനി what if you have non-primitive cell? Non-primitive cell പല ടൈപ്പ് ഉണ്ട്. അപ്പോ അതിൽ ഫസ്റ്റ് ടൈപ്പ് is BCC, body centered cubic. Okay, body centered cubic എന്ന് വെച്ചാൽ as the very name suggests കോർണേഴ്സിലും ഉണ്ടാവും. അപ്പൊ ഇത് പ്രിമിറ്റീവ് അല്ല എന്ന് വെച്ചാൽ സിമ്പിൾ അല്ല, കോർണേഴ്സിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിന്റെ നടുക്കും ഉണ്ടാവും, ക്യൂബിന്റെ ഒത്ത നടുക്ക്. Okay, at the body centered position of the crystal, and that is called the BCC. എന്താണ് BCC എന്ന് പറയാ? Okay, now the point you have to note is പലവരും ഇത് തെറ്റി പഠിക്കാറുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ട്, ഓക്കെ, ആൻഡ് ബോഡി സെന്ററിലും ഒരു ആറ്റം ഉണ്ട്. പക്ഷെ കോർണറിൽ ഇരിക്കുന്ന ആറ്റമും ബോഡി സെന്ററിന് നടുക്കിരിക്കുന്ന ആറ്റമും സെയിം അല്ല എങ്കിൽ ഇറ്റ് ഇസ് നോട്ട് BCC. മനസ്സിലാവുണ്ടോ? BCC ആകണമെങ്കിൽ all the atoms at the corners and at the body center should be the same. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി വെറും ഒരു SCC സെൽ തന്നെയാണ്. നടുക്ക് ആരും ഇരിക്കുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഇതിനെ BCC ആക്കില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ബോഡി സെന്റേർഡ് എന്ന് ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ കോർണേഴ്സിൽ ഇരിക്കുന്ന ആളും അതുപോലെ തന്നെ ബോഡി സെന്ററിൽ ഇരിക്കുന്ന ആളും സെയിം ആയിരിക്കണം. എല്ലായിടത്തും Na ആണെങ്കിൽ കോർണേഴ്സിലും അതുപോലെ തന്നെ നടുക്കും സോഡിയം ആറ്റം തന്നെയായിരിക്കണം. കേട്ടോ? അപ്പൊ ദിസ് ഇസ് നോൺ പ്രിമിറ്റീവ്. നോൺ പ്രിമിറ്റീവിന്റെ തന്നെ വേറെ ഒരെണ്ണമാണ് FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക്. FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക്. അപ്പൊ ഈ പേരിൽ പറയുന്ന പോലെ തന്നെ ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണേഴ്സിലും ഓക്യുപ്പേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ഫേസസിന്റെ നടുക്കും ആരാണോ കോർണേഴ്സിലുള്ളത് അവൻ തന്നെ ഫേസസിന്റെ നടുക്കും വരണം. ശ്രദ്ധിക്കണം കേട്ടോ പോയിന്റ്. എത്ര ഫേസസ് ആണ് ഒരു ക്യൂബിനുള്ളത്? ഓക്കെ, ആദ്യം ഞാൻ ചോദിക്കട്ടെ. ലെറ്റ്സ് സേ യു ഹാവ് എ ക്യൂബ്. ഇനി മുതൽ എല്ലാം ഇതിന്റെ ബേസിസിലായിരിക്കും. ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ ക്യാൻ യു പ്ലീസ് ഫിൽ എത്ര ഫേസസ് ഉണ്ടാകും, എത്ര എഡ്ജസ് ഉണ്ടാവും, എത്ര കോർണേഴ്സ് ഉണ്ടാവും, എത്ര ഫേസ് ഡയഗണൽസ് ഉണ്ടാവും, എത്ര ബോഡി ഡയഗണൽസ് ഉണ്ടാകും? ഈ ടെർമിനോളജീസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ടപ്പേന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. Correct. How many faces are there?
there are 6 faces അല്ലെ? ടോപ്പ് ഫേസ്, ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ടോപ്പ് ഫേസ്, ബോട്ടം ഫേസ്, ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്. You have 6 faces. എത്ര എഡ്ജസ് ഉണ്ട്? ഇതിനെയാണ് ഒരു എഡ്ജ് എന്ന് വിളിക്കുന്നത്. എത്ര എഡ്ജസ് ഉണ്ട്? You have 12 edges. എത്ര കോർണേഴ്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8. 8 കോർണേഴ്സ് ആണുള്ളത്. എന്താണ് ഒരു ഫേസ് ഡയഗണൽ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ആ ഫേസിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ what happened to അറിയാതെ ഏതാണോ? ഇത് പറഞ്ഞോളൂ. അറിയാതെ ഓക്കെ. സോ ഫേസ് ഡയഗണൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ആ ഫേസിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ്. അപ്പൊ ഞാൻ ടോപ്പ് ഫേസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഹാവ് എ ഫേസ് ഡയഗണൽ ലൈക്ക് ദിസ്. ഐ ക്യാൻ ഓൾസോ ഹാവ് എ ഫേസ് ഡയഗണൽ ലൈക്ക് ദിസ് അല്ലേ? അപ്പൊ ഒരു ഫേസിന് 2 ഡയഗണൽസ് ആണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ എത്ര ഫേസസ് ആണുള്ളത്? ഐ ഹാവ് 6 ഫേസസ്. 6 ഫേസുകളിലായിട്ട് 2 ഡയഗണൽസ് വീതം എടുക്കുമ്പോൾ 12. Can you find how many body diagonals are there? Body diagonal എന്ന് വെച്ചാൽ എന്താ? ഫേസ് ഡയഗണൽസ് ക്ലിയർ ആണോ? 12 കേട്ടോ. ബോഡി ഡയഗണൽസ് പറഞ്ഞ എങ്ങനെയാ വരിക? ബോഡി ഡയഗണൽസ് പറഞ്ഞാൽ ഹോൾ ക്യൂബ് നിങ്ങൾ എടുക്കുമ്പോൾ ടോപ്പ് ഫേസിന്റെ ഏതെങ്കിലും ഒരു കോർണറും എനി ഫേസിന്റെ ഏതെങ്കിലും ഒരു കോർണറും അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് പാരലൽ അല്ലാത്ത എഡ്ജിന്റെ ഓപ്പോസിറ്റ് കോർണർ, ഈ 2 കോർണേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. ഓപ്പോസിറ്റ് കോർണേഴ്സിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോഡി ഡയഗണൽ എന്ന് വിളിക്കുക. സോ ഹൗ മെനി ബോഡി ഡയഗണൽസ് ആർ ദേർ? Correct. You have 8 corners. 8 corners എടുക്കുമ്പോൾ എല്ലാത്തിനും ഇപ്പോ if I mark them with different colors, മഞ്ഞ ഡോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒന്ന്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് വേറൊന്ന്, ഈ കോർണറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോഡി ഡയഗണൽ വേറൊന്ന്, ഇവനെയും കണക്ട് ചെയ്യുന്ന വേറൊന്ന്, ആൻഡ് ഈ കോർണറും കണക്ട് ചെയ്യുന്ന വേറെ. സോ യു ഹാവ് 4 ബോഡി ഡയഗ്രംസ് കേട്ടോ. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് 4 ആണ്. വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ അപ്പൊ ഞാൻ തിരിച്ചു വരുവാണ്. FCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ആറ്റംസ് ഓക്യുപ്പൈഡ് അറ്റ് ദ കോർണേഴ്സ്. ഏത് ആറ്റം ആണോ കോർണേഴ്സിൽ ഇരിക്കുന്നത് അവൻ തന്നെ എല്ലാ ഫേസസിന്റെ 6 ഫേസസിന്റെ നടുക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? face centered cubic എന്ന് പറയുന്നത് കേട്ടോ. The next one is end centered cubic. End centered cubic എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, you have atoms at the corners plus any 2 opposite facesന് മാത്രം. കോർണേഴ്സിലുണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ഓപ്പോസിറ്റ് ഫേസസിൽ മാത്രം. ഒന്നുകിൽ ടോപ്പ് ബോട്ടം, അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ഫ്രണ്ട് ബാക്ക്. ഞാൻ ടോപ്പ് ബോട്ടം മാത്രം എടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എൻഡ് സെന്റേർഡ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സെൽസും ഉണ്ട്. It could either be SEC, BCC, FCC or end center. Okay. അപ്പൊ ഈ ക്രിസ്റ്റൽ സിസ്റ്റംസ് ഈ പറഞ്ഞ ഏത് സിസ്റ്റം വേണമെങ്കിലും അഗൈൻ അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ അത് ഏതൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യണതെന്ന് നോക്കിക്കോളൂ. ചോദ്യങ്ങൾ വരും. ക്യൂബിക് അഡോപ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ ബോഡി ആൻഡ് ഫേസ് സെന്റേർഡ് ആണ്. SB, SBFE, SE കാണാപ്പാടം പഠിച്ചേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല.
like this. ECC means you have occupations at the corners plus one set of opposite faces. What I have taken is top face and bottom face. A set of opposite faces in an it can top bottom it can also be front and back or left or right in the face. This set in the faces in a okay. So these 7 crystal systems our geometrical conditions of again exist in the forms. So if you could see this, ആദ്യത്തെ 3 പിന്നെ 2 പിന്നെ 4 പിന്നെ 2 പിന്നെല്ലാം ഓരോന്ന് വിധമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. If you add all these numbers, you will get 14. Which means 7 crystal systems exist ചെയ്യുന്നത് എത്ര crystal systems ഉണ്ട്? 7 എണ്ണം. അവർ പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും, which are called Bravais lattices. Okay, so we 7 crystal systems exist ചെയ്യുന്നത് 14 Bravais lattices. Don't get confused between Bravais lattices and crystal systems. കാരണം ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു എത്ര ക്രിസ്റ്റൽ സിസ്റ്റംസ് ഇൻ Bravais lattices ഉണ്ടെന്ന്. ഓപ്ഷൻസിൽ 7,14 എന്നും 14,7 എന്നും ഉണ്ടായിരുന്നു. So understand there are 7 crystal systems and 14 Bravais lattices. Okay, just ഒരു extra information കൂടെ തരികയാണ്. ഇതിന്റെ എല്ലാത്തിലും എത്ര സിമെട്രിക്കൽ പ്ലെയിൻസും number of planes and number of axes. Actually group theory related ആണ്, questions വരാറുണ്ട്. 9, 5, 3, 1. ആകെ ആദ്യത്തിൽ നിന്ന് മാത്രമാണ് വ്യത്യാസമുള്ളൂ, ബാക്കി pretty much everything is the same. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ പറയാം. So this is the first table that you have to learn by heart. Is this okay? All right. 1-2 questions ഞാൻ കാണിച്ചു തരാം, വളരെ ഡയറക്റ്റ് ആണ്. ടേബിൾ എല്ലാവരും എഴുതിയെടുത്തില്ലേ? എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. The lattice parameters for നിങ്ങൾക്ക് വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. For monoclinic crystal is okay. Option A not equal to B not equal to C, alpha gamma is 90 degree. Option B, A equal to B not equal to C, alpha beta equal ആണ് but not equal to gamma. Option C, A B C equal അല്ല പക്ഷേ alpha beta gamma equal ആണ്. Option D, A B C equal ആണ്, alpha gamma 90 degree. Okay, compare with the table and പറയൂ. മോണോക്ലിനിക് സിസ്റ്റം നിങ്ങളുടെ ടേബിളിൽ ഉണ്ട്, റെഫർ ചെയ്യുക. പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓപ്ഷൻ എ. ഓക്കെ, അത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ദ നമ്പർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി ആക്സിസ്
for a triclinic system is? Okay. Option A 4, 3, 1, 0. നമ്മുടെ ടേബിളിൽ ഓരോ സിസ്റ്റത്തിലും ഉള്ള ആക്സിസുകളുടെ എണ്ണം, പ്ലെയിൻസിന്റെ എണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ട്. കറക്റ്റ്. സോ ട്രൈക്ലിനിക് സിസ്റ്റം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, see you look at the systems over here. എല്ലാം ഏകദേശം സെയിം ആയിട്ട്, that is A, B, C are equal, alpha, beta, gamma equal to 90. Okay, everything is equal. ഏറ്റവും സിമെട്രിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ആണ് ക്യൂബിക് സിസ്റ്റം. ഏറ്റവും സിമെട്രിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ആണ് ക്യൂബിക് സിസ്റ്റം. ഓൾറൈറ്റ്. ഏറ്റവും സിമെട്രി ഇല്ലാത്ത സിസ്റ്റം ആണ് ട്രൈക്ലിനിക് സിസ്റ്റം. സോ ദിസ് ഇസ് ദ മോസ്റ്റ് സിമെട്രിക്. ഓക്കെ, മോസ്റ്റ് സിമെട്രിക് വൺ ഇസ് ദ ക്യൂബിക് വൺ ആൻഡ് ലീസ്റ്റ് സിമെട്രിക് ആണ് ട്രൈക്ലിനിക്. ഓക്കെ, അതിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ചോദ്യം എത്ര റൊട്ടേഷണൽ ആക്സിസ് ഉണ്ട് ട്രൈക്ലിനിക് എന്നുള്ളതായിരുന്നു. ഇറ്റ് ഇസ് 0. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ശരിയല്ലേ? ഓക്കെ. ഞാനിങ്ങനെ തിരിച്ചും ചോദിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഓരോ സിസ്റ്റംസും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ല? ഇങ്ങനെ ചോദിക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ടേബിൾ നന്നായിട്ട് പഠിക്കാം. ഇനി നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റംസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കോൺസെപ്റ്റിലേക്ക് പോവാണ്. എങ്ങനെ ചോദ്യം വന്നേക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. സോ ക്രിസ്റ്റൽ സിസ്റ്റംസ് നമ്മൾ നോക്കുന്ന സമയത്ത് you have SCC, you have BCC and you have FCC. Okay. ഇത്രയും ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ, ഐ മീൻ ക്ലാസിഫിക്കേഷൻസ് ആണ്. എൻഡ് സെന്റേർഡും ഉണ്ട്. എൻഡ് സെന്റേർഡ് നമ്മൾ അത്രയ്ക്കും ചോദിക്കാറില്ല. അപ്പോ the first parameter that you have to understand is something called packing fraction. Packing fraction. എന്താണ് packing fraction? Packing fraction എന്ന് വെച്ച് കഴിഞ്ഞാൽ, let's say you have any cube. ഓക്കെ, ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫേസ് മാത്രം എടുക്കുകയാണ് കേട്ടോ. അപ്പോ ഇവിടെ ആറ്റംസ് ഇങ്ങനെ ഇരിക്കും അല്ലെ? ആറ്റംസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫേസ് നോക്കൂ. ഇതിന്റെ there is some portion of this face which is vacant. Okay, atoms here. See. Atoms occupy ചെയ്യാത്ത കുറച്ച് പാർട്ട് ഉണ്ട് within any cell that you take. അതിനെയാണ് നമ്മൾ void എന്ന് പറയുക. അതിനാണ് നമ്മൾ void എന്ന് പറയുക കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ ഏത് സിസ്റ്റം എടുക്കുകയാണെങ്കിലും, SCC ആണെങ്കിലും BCC ആണെങ്കിലും, അതിൽ എത്ര ഓക്യുപ്പൈഡ് ആണ് എന്നുള്ളതിനെയാണ് നമ്മൾ പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുക കേട്ടോ. ഫോർ എക്സാമ്പിൾ, SCCയില് പാക്കിംഗ് ഫ്രാക്ഷൻ 52%. 52% ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നു, ബാക്കി 48% എന്താ? വോയിഡ് ആണ്. ഓക്കെ, BCC പറഞ്ഞാൽ അതുപോലെ 68. FCC is the most efficient one. ഏറ്റവും കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് FCCയിലാണ്, 74%. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് തിരിച്ച് വോയിഡിന്റെ പെർസെന്റേജസും ചോദിക്കാം. വോയിഡിന്റെ പെർസെന്റേജും വേണമെങ്കിൽ ചോദിക്കാം. അതറിയാലോ, 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ 48% വരും, ഇവിടെ 32, ഇവിടെ 26. ഓക്കെ, ഇനി നിങ്ങൾ ഏതൊരു, ഫോർ എക്സാമ്പിൾ ക്രിസ്റ്റൽ സിസ്റ്റം എടുക്കുകയാണെങ്കിലും, അവിടെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എഡ്ജ് ലെങ്ത്, ഇപ്പൊ ഞാൻ എല്ലാം കൺസിഡർ ചെയ്തിരിക്കുന്ന ക്യൂബാണ്. SCC, BCC, FCC എല്ലാം ക്യൂബാണ്. ക്യൂബ് എന്ന് വെച്ചാൽ എയും ബിയും സിയും ഒക്കെ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോ ഏതൊരു എഡ്ജ് ലെങ്തും അതുപോലെ തന്നെ ഈ ആറ്റംസിന്റെ റേഡിയൽ
ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള ഏറ്റവും വലിയ അസംഷൻ എന്താന്ന് വെച്ചാൽ ആറ്റംസ് എല്ലാം സ്ഫെറിക്കൽ ആണ് എന്നുള്ളതാണ് അസംഷൻ. ആറ്റംസ് എല്ലാം സ്ഫെറിക്കൽ ആണെന്നുള്ളതാണ് അസംഷൻ. കേട്ടോ? അപ്പൊ സ്ഫെറിക്കൽ ആറ്റംസിന് ഒരു റേഡിയസ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ അറേഞ്ച്മെന്റ് പ്രകാരം അഗൈൻ ഞാൻ ഒന്നോ രണ്ടെണ്ണോ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊരു SCC എടുക്കുകയാണെങ്കിൽ, ഞാനൊരു ഫേസ് മാത്രം കാണിക്കുകയാണ്. സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ എല്ലാ കോർണേഴ്സിലുമാണ് എന്തുള്ളത്, ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നത് അല്ലെ. ഞാനൊരു ഫേസ് എടുത്തിട്ട് അതിന്റെ എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ SCCയില് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ A ആൻഡ് R ഇസ്, ഏതാണ് A? ഈ എഡ്ജ് ലെങ്ത് ആണ് A ആൻഡ് ഒരു സ്ഫിയറിന്റെ റേഡിയസ് R, രണ്ടാമത്തെ സ്ഫിയറിന്റെ റേഡിയസ് R. സോ ഇൻ ദ കേസ് ഓഫ് SCC എനിക്ക് എഴുതാൻ പറ്റുന്നത് 1A is equal to 2R എന്ന് എനിക്ക് എഴുതാൻ പറ്റും. 1A is equal to 2R എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ശരിയല്ലേ? So depending upon the pattern of filling, there are different relationships between A and R. SCCയില് Aയും 2Rഉം സെയിം ആണ്. I mean A is equal to 2R. പക്ഷെ നിങ്ങൾ FCC എടുക്കുകയാണെങ്കിൽ അവിടെ A is not equal to 2R. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ നടുക്കുണ്ട്, ഫേസിന്റെ നടുക്ക് ഒരാളുണ്ട്. And you have atoms at the corners. ഇങ്ങനെയാണ് ഒരു FCCയുടെ ക്രിസ്റ്റൽ ഇരിക്കുന്നത്. ശരിയല്ലേ? FCCയുടെ ഒരു ഫേസ് എടുക്കുമ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുക. ഒരു ഫേസ് എടുക്കുമ്പോൾ കോർണേഴ്സിലുണ്ട്, അതുപോലെ തന്നെ ഫേസിന്റെ സെന്ററിലുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ആറ്റംസ് അല്ലെങ്കിൽ സ്ഫിയേഴ്സ് ടച്ച് ചെയ്യുന്നത് അലോങ് ദ ഫേസ് ഡയഗണൽ ആണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ നേരത്തെ എഴുതിയ സ്ഥലത്തേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഇവിടെ എഡ്ജസിന്റെ ലെങ്ത് A ആണെങ്കിൽ അവരുടെ ഫേസ് ഡയഗണൽസ് വിൽ ബി √2A. ദിസ് ഇസ് ഫ്രം പൈത്തഗോറസ് തിയറം, മാത്തമാറ്റിക്സ്. ആൻഡ് ബോഡി ഡയഗണൽ ഈച്ച് വിൽ ബി √3A. കേട്ടോ? ഫേസ് ഡയഗണൽസ് √2A, ബോഡി ഡയഗണൽസ് √3A. Alright, so let's go back. അപ്പൊ ഇവിടെ സ്ഫിയേഴ്സ് തമ്മിൽ ടച്ച് ചെയ്യുന്നത് അലോങ് ദ ബോഡി ഡയഗണൽ ആണ്. സോ വാട്ട് ഐ കൻ റൈറ്റ് ഓവർ ഹിയർ ഇസ്, ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് √2A ആണെന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 times R അല്ലെ. ഇവിടെ ഒരു R ഉണ്ട്, ദിസ് ഇസ് ഡയമീറ്റർ, ആൻഡ് ഇവിടെ വേറൊരു R. Correct? So depending upon the type of cell, primitive ആണെങ്കിലും non primitive ആണെങ്കിലും, there will be a relationship between A and R. Similarly, ഇവിടെ ആണെങ്കിൽ along the body diagonal ആണ് സ്ഫിയേഴ്സ് എല്ലാം ടച്ച് ചെയ്യുന്നത്. So it is √3A is equal to 4R. Okay. Is it fine? Okay. Now the next thing is, നിങ്ങൾ ഏതൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിലും there are something called tetrahedral voids and octahedral void. BCCയില് they touch along a body diagonal. That is, ഒത്ത നടുക്ക് there is a big sphere and കോർണേഴ്സിലും ആൾക്കാരുണ്ടാകും. അപ്പൊ ഇവിടെ നടുക്കൊരെണ്ണുണ്ടാവും, കോർണേഴ്സിലും ഉണ്ടാവും. ആൻഡ് ഇവിടെ the spheres touch along the body diagonal. ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ it is √3A which is equal to 4R. Okay. So there are different types of voids in the system. നമ്മൾ പറഞ്ഞു അല്ലെ, ഏത് സിസ്റ്റം എടുക്കുകയാണെങ്കിലും അതിലും voids ഉണ്ടാവും. അപ്പോ ഈ voids പല ടൈപ്പ് ഉണ്ട്. അപ്പൊ one type of void that is present is tetrahedral void. What is a tetrahedral void ചോദിച്ചു കഴിഞ്ഞാൽ,
It is formed by 4 atoms. താഴെ 3 പേരുണ്ട് വിചാരിക്കൂ. ആൻഡ് ഇതിന്റെ മുകളിൽ ഒരു ആറ്റം പ്ലേസ് ചെയ്യുകയാണെങ്കിൽ the space which is present in between these 4, okay, the space which is present between these 4 spheres നെയാണ് നമ്മളൊരു ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. എത്ര ആൾക്കാർ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്? 4 സ്ഫിയേഴ്സും കൂടെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടാവും. ദാറ്റ് ഇസ് എ ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, യു ക്യാൻ ഓൾസോ ഹാവ് എ ട്രയാഗണൽ വോയിഡ്. ട്രയാഗണൽ വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്ഫിയേഴ്സും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ there will be some empty space in between and this is called a trigonal void. അപ്പൊ പല ടൈപ്സ് ഓഫ് വോയിഡ് ഉണ്ട്. അപ്പൊ ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവുന്നത് 4 പേര് ഒരുമിച്ച് വരുമ്പോഴാണ്. ട്രയാഗണൽ വോയിഡ് വരുന്നത് 3 പേര് ഒരുമിച്ച് വരുമ്പോഴാണ്. There is something called octahedral void also. Octahedral void എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ 3 പേര്, ഓക്കെ, മുകളിൽ വേറെ 3 പേര്, like this. So there are 6 of them. Okay, താഴെ ഇങ്ങനെ മേലെ ഇങ്ങനെ ആറ്റംസിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നടുക്ക് കുറച്ച് എംപ്റ്റി സ്പേസ് ഉണ്ടാവും. ആ എംപ്റ്റി സ്പേസിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ്. ഒക്ടാഹെഡ്രൽ വോയിഡ് എത്ര പേര് ചേരുമ്പോഴാണ് ഉണ്ടാവുന്നത്? 6 പേര് ചേരുമ്പോൾ. ഓക്കെ, അപ്പൊ ഒരു വോയിഡ് ഉണ്ടാവുന്നത് എത്ര പേര് ചേരുമ്പോഴാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് there is something called a radius ratio system. റേഡിയസ് റേഷ്യോ എന്ന് പറഞ്ഞ ഒന്നുമില്ല. നമ്മുടെ സിസ്റ്റത്തിൽ കാറ്റയോൺ ഉണ്ടാവും, അവന്റെ റേഡിയസ് ഡിവൈഡഡ് ബൈ ആനിയോണിന്റെ റേഡിയസ്. കാറ്റയോണിന്റെ റേഡിയസിനെ ഞാൻ R+ കൊണ്ടും ആനിയോണിന്റെ റേഡിയസിനെ ഞാൻ R- കൊണ്ട് നെഗേറ്റ് ചെയ്യുകയാണെങ്കിൽ R+/R- റേഷ്യോ ഡിറ്റർമിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് വോയിഡ് ആണ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, R+/R- എന്ന് പറയുന്നത് യു നോട്ട് ഇറ്റ് ഡൗൺ 0.5155 to 0.225 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ ഇസ് 3. 3 എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എ ട്രയാഗണൽ വോയിഡ്. Coordination number is 4, tetrahedral void. Octahedral void. Cubical void. 8 പേരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നത് cubical void. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് വോയിഡിനെ കണ്ടുപിടിക്കാം. അപ്പൊ ഏതൊരു ക്രിസ്റ്റൽ സിസ്റ്റം എടുക്കുവാണെങ്കിലും the relation is the number of octahedral void will be equal to the effective number of atoms. Let's say it is Z, and the number of tetrahedral void is equal to 2 times Z. ഏത് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അപ്പോ മനസ്സിലായില്ലേ? ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം Z-ഉം ടെട്രാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം 2Z ആണ്. എപ്പോഴും ടെട്രാഹെഡ്രൽ വോയിഡ് ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ ഇരട്ടിക്ക് ഉണ്ടാവും ഏതൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിലും. എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവുന്ന ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൽ എത്ര ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളതിനെയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്തതിൽ പറയാം. So the effective number of atoms in different systems is Z നെ നോട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ SCC it is 1, BCC it is 2, FCC it is 4. Okay, so octahedral voids ഇതിൽ എത്ര ഉണ്ടാവും? It will be 1, 2, 4 തന്നെ. Tetrahedral voids എത്ര ഉണ്ടാവും? 2, 4, 8.
എത്ര Z ആണുള്ളത് അത്രയും തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും? ഇരട്ടി 2, 4, 8. ക്ലിയർ ആണോ? Okay, so let's get back to some questions. എങ്ങനെയാണ് ഈ 1, 2, 4 എന്നൊക്കെ വന്നെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എത്രാമത്തെ? മൂന്നാമത്തെ, നാലാമത്തെ. Yeah. So question number 3. How many atoms are there in an element packed in FCC structure? Okay. അവർക്ക് FCC ചോദിക്കാം, FCC ചോദിക്കാം, BCC ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. 1, 2, 4, 8. ഓക്കെ, അപ്പൊ അവർ ശരിക്കും ചോദിച്ചിട്ടുള്ളത് ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് തന്നെയാണ്. ഹൗ മെനി ആറ്റംസ് ഒക്കെ ഒന്ന് തന്നെ. FCC എത്ര ഉണ്ട് നമ്മളിപ്പോ എഴുതി. ഒരു FCC എടുക്കുകയാണെങ്കിൽ അതിൽ 4 എണ്ണാണുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി this is what you have to understand very clearly. നിങ്ങൾ ഒരു ക്യൂബ് എടുത്തു വിചാരിക്കുക. ഓക്കെ, ഈ ക്യൂബിന്റെ ഓരോ പൊസിഷൻസും ഷെയർ ചെയ്യപ്പെട്ടേക്കാണ്. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇസ് ഷെയർഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതിന്റെ ഒരു ഫേസ് എടുത്തു എന്ന് വിചാരിക്കുക. ഫേസിന്റെ നടുക്ക് ഒരു ആറ്റം ഇരിക്കുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഫേസിൽ ഒരു ആറ്റം ഇരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ, ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ക്രിസ്റ്റൽ സിസ്റ്റം അല്ലെ. മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഈ പറയുന്ന സിസ്റ്റം സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏതൊരു ഫേസിൽ ഒരു ആറ്റം ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇത് എത്ര ഫേസസ് ആണ് ഷെയർ ചെയ്യുന്നത്? This atom is being shared by the cube which is at the top and which is there at the bottom. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, each face is shared by എത്ര യൂണിറ്റ് സെൽസ്? 2 യൂണിറ്റ് സെൽസ്. ശരിയാണോ? ശരിയല്ലേ? ഞാനൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ, ഫേസ് സെന്ററിൽ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ, ആ ആറ്റം മുഴുവനായിട്ട് ഒരു ക്യൂബിലേക്ക് ബിലോങ് ചെയ്യുന്നില്ല. പകുതി പകുതിയാണ്, പകുതി മുകളിലും പകുതി താഴെയും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരു കോർണർ എടുക്കുകയാണെങ്കിൽ, ഇഫ് ഐ ടേക്ക് ദിസ് കോർണർ, ഓക്കെ, ഈ ക്യൂബിന്റെ ഉണ്ട്, ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടാവാം, ഫ്രണ്ടിൽ ഉണ്ടാവാം, റൈറ്റ് സൈഡിൽ ഉണ്ടാവാം, അതുപോലെ തന്നെ ഇതിന്റെ മേലെ ഉണ്ടാവും. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. So if you have any corner, each corner will be shared by 8 unit cells. എട്ട് യൂണിറ്റ് സെൽസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. Similarly, each edge is shared by 4 unit cells. Okay. അപ്പൊ മിക്ക പൊസിഷൻസും ഇൻ എ ക്യൂബ് ഇസ് ഷെയർഡ്. അപ്പൊ ഇവർ എത്ര ഷെയർ ചെയ്യണോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻസ് പറയും. കോൺട്രിബ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് വേണ്ടത്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്യൂബ് എടുത്തിട്ട് ആ ക്യൂബിന്റെ കോർണറിൽ ഒരു ആറ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ആറ്റം ഈ ക്യൂബിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോർണറിൽ ഇരിക്കുന്ന ആറ്റം ഈ ക്യൂബിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെറും അതിന്റെ 1/8 ആണ്. കാരണം എന്താ? ഒരു കോർണർ ഇസ് ബീങ് ഷെയർഡ് ബൈ 8 ക്യൂബ്സ്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ ക്യൂബ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബീങ് ഷെയർഡ് ടു ഓൺലി 1 in 8 parts. അതുപോലെ നിങ്ങൾ ഫേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് 1/2.
നിങ്ങൾ എഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1/4. ബോഡി സെന്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ആരും ഷെയർ ചെയ്യപ്പെടുന്നില്ല, കംപ്ലീറ്റ്ലി അതിന്റെ ഉള്ളിലാണ്, നോട്ട് ബീങ് ഷെയർഡ്, സോ കോൺട്രിബ്യൂഷൻ ഇസ് 1. മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ ഇസ് നോട്ട് വിസിബിൾ. ദേവിക ഒന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് റീജോയിൻ ചെയ്യോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് കോൺട്രിബ്യൂഷൻസ്. അപ്പൊ നമ്മൾ ഒരു FCC എടുക്കുകയാണെങ്കിൽ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ FCC സ്ട്രക്ചർ. FCC സ്ട്രക്ചർ എന്ന് വെച്ചാൽ 8 കോർണേഴ്സിലും ആൾക്കാരുണ്ട്, ആറ്റംസ് ഉണ്ട്, ആൻഡ് 6 ഫേസസിലും ആറ്റംസ് ഉണ്ട്. Alright, so if you look at the 8 corners, ഓരോ കോർണറിലുള്ള ആറ്റമും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/8 ആണ്. സോ 8 into 1/8 is 1. ആൻഡ് ഓരോ ഫേസിലുള്ള ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/2 ആണ്. സോ 6 into 1/2 is 3. So 1 plus 3, 4 atoms in total. ഇങ്ങനെ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. Right? Okay. Can you try the next question? ഇങ്ങനെയാണത് നോക്കുക, കോൺട്രിബ്യൂഷൻസിന്റെ ചാർട്ട് നിങ്ങൾ പഠിച്ചോളൂ. So the next question is, let's say you have a compound. A compound of M and X atoms has a cubic unit cell. M atoms are at corners and body center, while X atoms are at face center positions. Molecular formula is okay. Option A, MX. Question നന്നായിട്ട് വായിച്ചു നോക്കൂ. Check if you can try it by yourself. എന്താ പറയുന്നത്, എമ്മും എക്സും കൂടെ ചേർന്നിട്ട് എന്തോ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട്, ഒരു യൂണിറ്റ് സെൽ എന്തോ ഉണ്ടാവുന്നുണ്ട്. അതിൽ എം എവിടേക്കാണുള്ളത്? എം ഇരിക്കുന്നത് കോർണേഴ്സിൽ. എത്ര കോർണേഴ്സ് ഉണ്ടെന്ന് അറിയാലോ? 8 കോർണേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് അവൻ ഇരിക്കുന്നത് ബോഡി സെന്ററിൽ. എത്ര ബോഡി സെന്റർ ഉണ്ട്? ഒറ്റൊരു ബോഡി സെന്ററേ ഉള്ളൂ അല്ലെ? എക്സ് എവിടെ ഇരിക്കുന്നത്? എക്സ് ഇരിക്കുന്നത് ഫേസസിൽ, ഫേസസിന്റെ സെന്ററിൽ. അപ്പൊ കോൺട്രിബ്യൂഷൻ നോക്കിക്കേ, കോർണേഴ്സിൽ ഇരിക്കുന്ന 8 ആൾക്കാർ, ഓരോ കോർണറിലും എത്ര കോൺട്രിബ്യൂഷൻ വരുന്നത്? 1/8 അല്ലേ? അപ്പൊ 8 പേര് 1/8 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 1. ബോഡി സെന്ററിൽ ഇരിക്കുന്ന ആളും ആര് ഷെയർ ചെയ്യപ്പെടുന്നില്ല, സോ 1. അപ്പൊ എം മൊത്തത്തിൽ എത്ര ഉണ്ട്? 1 + 1 2. ശരിയല്ലേ? എത്ര ഫേസസ് ഉള്ളത്? 6 ഫേസസ്. 6 ഫേസസിൽ ഇരിക്കുന്ന ആറ്റംസ് എത്ര വീതം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 1/2 വെച്ചിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ 6 into 1/2 3. അപ്പോ വാട്ട് ഈസ് ദ ഫോർമുല? എം 2 എണ്ണം, എക്സ് 3 എണ്ണം. ഓപ്ഷൻ ഡി. കിട്ടിയോ?
Next question. The number of sorry. Each void in two-dimensional hexagonal closed pack layer of circles is surrounded by. Okay, option A, 6 circles, 3 circles, 4 circles, 12 circles. Okay. അപ്പൊ ഇത് പറയുന്നത് ടു ഡയമെൻഷനലി നിങ്ങൾ ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ടു ഡയമെൻഷനൽ ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ക് എങ്ങനെയാണെന്നറിയോ? ലെറ്റ്സ് സേ യു ഹാവ് ദിസ് ഫസ്റ്റ് ലെയർ. ടു ഡയമെൻഷനൽ എന്ന് വെച്ചാൽ എക്സും വൈയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഈ ഡിപ്രഷൻസ് ഇല്ലേ, ആ ഡിപ്രഷൻസിലാണ് നിങ്ങൾ അടുത്ത സെറ്റ് വെക്കുക. മനസ്സിലായോ? ഇങ്ങനെ ഇനി ഇവിടെ വെക്കും. അങ്ങനെ ഇതാണ് ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ക് ടു ഡയമെൻഷനൽ. ഇവര് ചോദിക്കുന്നത് ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്കിൽ ഉണ്ടാകുന്ന വോയിഡ് കോർഡിനേഷൻ നമ്പർ എത്രയാണ്? എത്ര പേര്? 1, 2, 3. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓ. Next question. The packing factor PF and number of effective atoms in of FCC cell is. Okay, അപ്പൊ പി എഫും എന്നും തന്നിട്ടുണ്ട്. FCCക്ക് 0.523, 0.524, 0.744, 0.743. അപ്പൊ FCCയുടെ പാക്കിംഗ് ഫാക്ടർ, പാക്കിംഗ് ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. എത്ര? What is the packing fraction? FCCയുടെ 74 അല്ലെ? 74% ന്യൂമറിക്കൽ ആക്കുന്ന എങ്ങനെയാ? ഡിവൈഡ് ബൈ 100 ചെയ്യും. അപ്പൊ എ യു അല്ല ബി യു അല്ല, നമ്പർ ഓഫ് എഫക്റ്റീവ് ആറ്റംസ് 4 ആണ്. അപ്പൊ ഓപ്ഷൻ സി ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ലാറ്റിസ് പാരാമീറ്റർ. ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? എഡ്ജ് ലെങ്ത് കേട്ടോ. ദി ലാറ്റിസ് പാരാമീറ്റർ ഓഫ് FCC structure is 4.04 angstrom. Atomic radius is option A 2.86, 1.43, 4.29, 5.7. എല്ലാം ആംസ്ട്രോങ്സിൽ തന്നെയാണ്. അപ്പോ എന്താ ഇവർ തന്നിട്ടുള്ളത്? നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ലാറ്റിസ് പാരാമീറ്റർ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട് 4.04 ആംസ്ട്രോങ് ആണെന്ന്. ആർ എത്രയാന്നാ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ആർ എഴുതിയിട്ടുണ്ട്. എ ആൻഡ് ആർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് FCCക്ക് എങ്ങനെയാ? ഏസ് ഡയഗണൽ ആണ് സ്ഫിയേഴ്സിനെ ടച്ച് ചെയ്യിപ്പിക്കുന്നത്. സോ ഇറ്റ് ഇസ് A is equal to 2√2R അല്ലേ? സോൾവ് ചെയ്തിട്ട് ഏത് ആൻസർ എന്ന് പറഞ്ഞേ? ഓക്കെ, നിങ്ങളുടെ ഏത് തന്നിട്ടുണ്ട് നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എഴുതിയ പ്രോബ്ലം.
ക്ലിയർ ആണല്ലോ ഒരു മോളിക്കുലർ ഫോർമുല. Arrange in order of packing fraction. Option A, BFBS. Option B, FBSD. Option C, BFSD. Option D, DSBF. Okay. So simple, sorry, S എന്ന് പറയുന്നത് simple, F എന്ന് പറയുന്നത് face centered, B എന്ന് പറയുന്നത് body centered, D എന്ന് പറയുന്നത് diamond, cubic cell. കേട്ടോ, പാക്കിംഗ് ഫാക്ടർ 32%. ഏതാ കറക്റ്റ് ആൻസർ? ഏറ്റവും കുറവ് ഡയമണ്ട് ക്രിസ്റ്റലാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡയമണ്ടിന് ഏറ്റവും കുറവ്. ഇത് 32, 68, ഇത് 52, 68, 74. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്, ഞാനൊരു ക്വസ്റ്റ്യൻ തപ്പാണ്. ഓക്കെ, മേ ബി വിൽ കം ബാക്ക് ടു ദാറ്റ്. എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കാണുന്നില്ല അതവിടെ. Okay, we'll come back to that. Okay. Now, the next concept is something called the density. Okay. Now, a density of a crystal of any crystal is by the formula Zm by A cube Na. Okay. Or Zm by A cube. This formula is taken when it is already in grams. This is taken when it is in grams per mole. Z എന്താണ്? Z is the effective number of atoms. M എന്ന് പറയുന്നത് അതിന്റെ molecular weight, total molecular weight, and A എന്ന് പറയുന്നത് അതിന്റെ edge length ആണ്. കേട്ടോ, questions ചെയ്യാം so that you can understand. Okay, note down the question. Question number 9 അല്ലേ? A metal crystallizes in FCC structure
Am I audible? Video visible? Okay, ശരി. Note down the question. A metal crystallizes in FCC structure with unit cell side of 500 picometer. Okay. If density of crystal is 1.33 gram per cc. cc means centimeter cube. The molar mass of metal is option A, 23, 24, 25, 26. Okay. So what is given in the question? FCC structure ആണ് പറഞ്ഞിട്ടുണ്ട്. FCC structure എന്ന് പറയുമ്പോൾ തന്നെ Z ന്റെ വാല്യൂ കിട്ടി നമുക്ക് 4 ആണ്. Effective number of atoms. Side length തന്നിട്ടുണ്ട് 500 picometers. Pico പറഞ്ഞാൽ എത്രയാ? 10 to the power minus 12 meters. കേട്ടോ. And the density of the crystal is given as 1.33 gram per centimeter cube. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള സെന്റിമീറ്റർ ക്യൂബിലും എ തന്നിട്ടുള്ളത് മീറ്ററിലാണെങ്കിൽ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം യൂണിഫോം ആക്കുക. അപ്പൊ ലെറ്റ്സ് സേ ഐ ആം ടേക്കിംഗ് ദിസ് എ. അപ്പോ എ വിൽ ബി 5, ദാറ്റ് ഈസ് 1 മീറ്റർ is 100 centimeters അല്ലേ? അപ്പോ ഒരു മീറ്ററിന്റെ 100 സെന്റിമീറ്റേഴ്സ് ആക്കുകയാണെങ്കിൽ this will become 500 into 10 to the power minus 10 into 100 ഇതാ പോരെ, അത്രയും centimeters. What I have to find? I have to find in. So everything is there. 1.33 gram per centimeter cube is equal to Zm divided by A cube. A cube at 500 into 10 to the power minus 10. Na 6.022 into 10 to the power 24. Okay, സിമുകളിൽ കിട്ടും അല്ലേ? ഈ ഇവിടെ സെന്റിമീറ്റർ ക്യൂബ്, ഇവിടെ പെർ സെന്റിമീറ്റർ ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെട്ടിക്കോ. Screen is not visible. Okay. Yeah, so I hope you saw what I had mentioned. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. If you have 1.33 gram per centimeter cube, you have to take all the parameters in those units itself. എന്നാലാണ് വെട്ടിപ്പോവുള്ളൂ കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ പൈക്കോമീറ്ററിനെ നമ്മൾ സെന്റിമീറ്റേഴ്സിലേക്ക്. All right. Yeah. So now the rest is with calculator. You can find it as option C, 25 കിട്ടും. ഇങ്ങനെ മാത്രമല്ല തിരിച്ചും, ഐ മീൻ ഇത്രയും പാരാമീറ്റേഴ്സ് ഇല്ല, അതിൽ ഏതെങ്കിലും ഒരെണ്ണം അൺനോൺ ആയിട്ട് തരാം. ഐ വിൽ ഷോ വൺ എക്സാമ്പിൾ.
ഏത് വേണമെങ്കിലും അൺനോൺ ആയിട്ട് വരാം. ഇപ്പൊ ഇവിടെ നമുക്ക് m അൺനോൺ ആയിട്ട് വന്നു. നെക്സ്റ്റ് ടേക്ക് ഡൗൺ എ ക്വസ്റ്റ്യൻ. You have an element bracket level തന്നിട്ടുണ്ട്. Atomic weight is 60.22. Okay, it crystallizes in FCC and has density is equal to 8 gram per cc. Unit cell parameter is. Okay, so option A 3.65, option B 2.65, option C 4.35, option D 2. Yeah, right. FCC ആണ് തന്നിട്ടുണ്ട്. So you know what the value of Z is. M തന്നിട്ടുണ്ട് 60.22. And you have density in 8 grams per centimeter cube. ശ്രദ്ധിക്കണേ, ഓപ്ഷൻസിലെല്ലാം ആംസ്ട്രോങ് ആണ്. What is 1 angstrom equal to? 1 angstrom is equal to 10 to the power minus 10 meter or 10 to the power minus 8 centimeters. നിങ്ങൾ ഇവിടെ സെന്റിമീറ്റർ ക്യൂബിലാണ് ഡെൻസിറ്റി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എ കിട്ടുന്നതും സെന്റിമീറ്റർ ക്യൂബ്സ് ആയിരിക്കും. കേട്ടോ? Right. So 8 gram per centimeter cube is equal to 460.22 divided by a cube നിങ്ങൾക്ക് അറിയില്ല 6.022 into 10 to the power 20. Solve for this and find the value of A. At the minute, connection മാറ്റിക്കോട്ടെ. You're supposed to get option A. കേൾക്കണില്ല പറയുന്നത്? You're getting option A, is it so? ശരി. നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. The coordinates for BCC are. Okay. Yeah. എഴുതൂ, I'll explain. ഓക്കെ, അപ്പോ ആദ്യം സിംപ്ലി പറഞ്ഞു തരാം.
ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ സാധാരണ കേസിലെ കോർഡിനേറ്റ്സ് നിങ്ങൾ എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട്. ലെറ്റ് സേ യു ഹാവ് സിമ്പിൾ അല്ല ലെറ്റ് സേ യു ഹാവ് എ ക്യൂ. പല പൊസിഷനിൽ ഈ പറയുന്ന ആറ്റംസിന് ഇരിക്കാം. അപ്പോ ലെറ്റ് സേ ഐ എം കൺസിഡറിങ്, യൂഷ്വലി ബൈ കൺവെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക പ്ലെയിനിനെ YZ ആയിട്ടും നമ്മൾ ഫേസ് ചെയ്തിട്ട് എക്സ് നിൽക്കുന്നതായിട്ടാണ് ബൈ ഡിഫോൾട്ട് കൺവെൻഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ദിസ് ടുവേർഡ്സ് us is the x axis. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യൂബിനെ വരയ്ക്കണം. Okay. So this is my y axis, this is my z axis, and this is my x axis. Okay. അപ്പോ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഒറിജിൻ ആക്കി വിട്ടു എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ മൈ ഒറിജിൻ ഇസ് ദിസ്. ഒറിജിന്റെ പോയിന്റ്സ് എന്തായിരിക്കും? എക്സ് വൈ സെഡ്. ഒറിജിൻ വിൽ ഓൾവേസ് ബി 0 0 0. Okay, so my origin O is 0 0 0. ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനെ ഒറിജിനൽ ആയിട്ട് കൺസിഡർ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് പോയിന്റിനെ വേണമെങ്കിലും ഒറിജിനൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ ഈ ഒരു പോയിന്റിന് ഒറിജിനൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ലെറ്റ്സ് പുട്ട് സം പോയിന്റ്സ് റാൻഡംലി. ഞാൻ ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റമിന്റെ കോർഡിനേറ്റ്സ് പറയൂ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഐ ഹാവ് എ ആറ്റം ദേർ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ ദാറ്റ് ഐ ഹാവ് ടേക്കൺ. എനിക്ക് അതിന്റെ പൊസിഷൻ അറിയണം. ഓക്കെ, അപ്പൊ പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒറിജിനിൽ നിന്ന് y ഡിറക്ഷനിൽ അതൊന്ന് നീങ്ങിയിട്ടുണ്ട്. എക്സ് ഡിറക്ഷനിൽ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. മുകളിലോട്ട് പോയിട്ടുണ്ടോ? ഇല്ല. ആകെ റൈറ്റിലേക്ക് മാത്രം ഒരു യൂണിറ്റ് നീങ്ങിയിട്ടുണ്ട്. അപ്പൊ എക്സിലോ ഇസഡിലോ മാറ്റുന്നില്ല. y ഡിറക്ഷനിൽ അത് 1 യൂണിറ്റ് മാറിയിട്ടുണ്ട്. സോ ദ കോർഡിനേറ്റ്സ് ആർ 0 1 0. ഓക്കെ, മനസ്സിലായോ? ഇസ് ഇറ്റ് ഓക്കെ? ഇനി ലെറ്റ്സ് സേ മൈ പോയിന്റ് ഇസ് ഹിയർ. ഇവിടെയാണെന്ന് വിളിച്ചത്. അപ്പൊ എന്താ വ്യത്യാസം? ഇപ്പോ ഇവൻ ഒറിജിനിൽ നിന്ന് ഒരു യൂണിറ്റ് വലത്തോട്ട് പോയി, മുന്നോട്ട് പുറകോട്ടൊന്നും പോയിട്ടില്ല. ഒരു യൂണിറ്റ് വലത്തോട്ട് പോയി. അപ്പൊ എക്സ് ആക്സിസിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ അവൻ വൈ ആക്സിസിൽ ഒരു യൂണിറ്റ് പോയി, സെഡ് ആക്സിസിൽ അവൻ മുകളിലോട്ടും പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഒരു യൂണിറ്റ് എത്തിയിട്ടില്ല, അതിന്റെ പകുതി വഴി എത്തിയിട്ടുള്ളൂ 1/2. അപ്പൊ സെഡ് ഡിറക്ഷനിൽ അതൊന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്, ഹാഫ് വേ ത്രൂ, സോ ഇറ്റ് ഇസ് 1/2. ഓക്കെ, let's say I have a point over here. ഈ ഫേസിന്റെ സെന്ററിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കൂ. ഒന്ന് ട്രൈ ചെയ്തേ. ഈ ഒറിജിനിൽ നിന്ന് അവൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. എക്സ് ഡിറക്ഷനിൽ അവൻ എന്തോ മാറ്റമുണ്ട്. വൈ ഡിറക്ഷനിൽ വലത്തോട്ടും ഇടത്തോട്ടും ഒന്നും പോയിട്ടില്ല. സെഡ് ഡിറക്ഷനിൽ അവൻ മുകളിലോട്ടും പോയിട്ടുണ്ട് അല്ലേ? വാട്ട് ആർ ദ കോർഡിനേറ്റ്സ്? ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൽ അവൻ പകുതി വഴി വന്നിട്ടുണ്ട്, 1/2. വൈ ആക്സിസിൽ അവന് മാറ്റമില്ല, 0. സെഡ് ആക്സിസിൽ അവൻ മുകളിലോട്ടും പോയിട്ടുണ്ട്, 1/2. So it is 1/2 0 1/2. ഇങ്ങനെയാണ് നിങ്ങൾ കോർഡിനേറ്റ്സിനെ അസൈൻ ചെയ്യുക. വാട്ട് ഇഫ് ഐ ഹാവ് എ പോയിന്റ് ഓവർ ഹിയർ? അസൈൻ ചെയ്തേ. അവൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഉണ്ട്. വലത്തോട്ട് പോയിട്ടുണ്ടോ? ഉണ്ട്. മുകളിലോട്ട് പോയിട്ടുണ്ടോ? Yeah. What are the units?
കോർഡിനേറ്റ്സ് ആർ അവൻ എക്സ് ഡിറക്ഷനിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരു യൂണിറ്റ് മുഴുവൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. വൈ ഡിറക്ഷനിൽ മുന്നോട്ട് വന്നു, പിന്നെ അതിന് ശേഷം വലത്തോട്ടും പോയിട്ടുണ്ട്, പൊങ്ങിപ്പോയിട്ടില്ല. സോ ഇറ്റ്സ് 110. It's 110. Yeah. What if you have a atom at the exact center? ബോഡി സെന്റർ കേട്ടോ, ബോഡി സെന്ററിലാണ് ഇവൻ. എന്ന് വെച്ചാൽ എക്സ് ഡിറക്ഷനിൽ അവൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, വൈ ഡിറക്ഷനിലും അവൻ മുന്നോട്ട് ഐ മീൻ റൈറ്റിലേക്ക് പോയിട്ടുണ്ട്, ആൻഡ് ഇസഡ് ഡിറക്ഷനിൽ അവൻ പൊങ്ങിയും പോയിട്ടുണ്ട്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ്? കറക്റ്റ്. ഇറ്റ് വിൽ ബി 1/2 1/2 1/2 അല്ലേ? എല്ലാ ഡിറക്ഷൻസിലും അത് 1/2 യൂണിറ്റ്സ് വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പല പൊസിഷൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് BCCയിൽ നിങ്ങളുടെ കോർഡിനേറ്റ്സ് ഏതാണ്? അപ്പോ BCCയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവുക? BCCയിൽ you will have atoms at the corners and you will have atoms at the body center as well. Body center representing 1/2 1/2 1/2 ആണ്. So it's option. Okay. Okay. So നാളത്തേക്ക് we have Miller indices, Bragg's law. Yeah, that's it. Miller indices, Bragg's law, defects. Yeah, നാളെ ഡിസ്കസ് ചെയ്യാം. All right, so please mark your attendance. For today, we'll wind up. See you tomorrow. Thank you. Thank you. Thank you. Thank you.